തീർച്ചയായിട്ടും ഞാൻ സംശയമുണ്ടായിരുന്നു. കാര്യം അന്ന് കോളേജുള്ള ദിവസമാണ്. അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുമുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. ഒരു 11:30 സമയങ്ങളിൽ ഞങ്ങളെ വിളിച്ചതുമാണ് നിതിൻ. സഹോദരിമാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എമൗണ്ട് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു. അത് കൊടുക്കുകയും ചെയ്തു. അതിന് ശേഷം പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ ആരോ ഒരാൾ അവനെ വിളിച്ചപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. അത് പോയിരിക്കുന്നത് ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ അടുത്ത നമ്മുടെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിലേക്കാണ് നടന്നു പോകുന്ന ആ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഈ നിതിൻ കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. നിതിനെ ആ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആ വിഷയം സംസാരിക്കാനാണ്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ പണം അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംസാരം അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഈ ടീച്ചറുടെ ഒരു നമ്പർ ടീച്ചർക്ക് ലത എന്ന ടീച്ചർക്ക് ഭീഷണി സന്ദേശം വരുന്നു എന്നുള്ള കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം അവിടെ നടക്കുകയും അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ടീച്ചർക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ പോകുന്നെന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ അന്ന് പോയി ബോഡി സ്വീകരിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഈ നിമിഷം വരെ ആരും അവിടെ നിന്ന് വിളിക്കുകയോ നേരിട്ട് വരികയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ കോളേജിൽ അവൻ്റെ കുട്ടികൾ, അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും തന്നെ വന്നിട്ടില്ല. ഇവിടെ ഇന്നലെ കുറച്ച് കുട്ടികൾ വന്ന് ചാനലിന് വാർത്ത കൊടുക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ഇവിടെ വന്ന് ഞാൻ പോലും അറിയുന്നത്. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ DGPയുടെ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ വന്നെന്നും സംസാരിച്ചെന്നും ഞാൻ അറിഞ്ഞു. അതോടൊപ്പം രാവിലെ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധമൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞു.